ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹനാസ് കുസിൻസ്. പാസ്ത വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ബേക്ക്ഡ് ചിക്കൻ ചീസി പാസ്ത. എല്ലാവർക്കും ഇഷ്ടാവുന്ന രീതിയിൽ കുറച്ച് സ്പൈസസ് ഒക്കെ നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് ചിക്കൻ ചീസി പാസ്ത എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 250 ഗ്രാം പാസ്ത ചേർത്ത് കൊടുക്കാം. പാസ്ത നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പാസ്ത ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. പച്ചവെള്ളം ഒഴിക്കുന്നത് കൊണ്ട് പാസ്ത ഒട്ടിപ്പിടിക്കാതെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ചിക്കൻ്റെ ഒരു മസാല റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉണക്കമുളക് ചതച്ചത് 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂണിന് താഴെ ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ചൂടായിട്ടുള്ളൊരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ പകുതി കുക്കായതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. 1-2 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കൻ ക്യാപ്സിക്കം മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു സോസ് പാനിലേക്ക് 2.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മൈദ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. ഇനി 2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം കൈവിടാതെ ഇളക്കി കൊടുക്കണം. പാൽ നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഏകദേശം 1/2 ടീസ്പൂണിൽ താഴെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഗരം മസാല 1/4 ടീസ്പൂൺ, ഇതെല്ലാം ചേർത്ത് പാലൊന്ന് നന്നായി തിക്കായി വരുന്നത് വരെ 1-2 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ പാല് അത്യാവശ്യം തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് മൊസറല്ല ചീസ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാസ്ത സെറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് നമുക്ക് വൈറ്റ് സോസ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം പാസ്ത ഇട്ട് കൊടുക്കുക. പാസ്ത ഇട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് എല്ലായിടത്തും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ടൊമാറ്റോ കെച്ചപ്പ് ഇതുപോലെ എല്ലായിടത്തുമായിട്ട് കുറേശ്ശെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ചിക്കൻ ക്യാപ്സിക്കം മിക്സ് ചേർത്ത് കൊടുക്കാം. അതിന് മുകളിൽ വീണ്ടും വൈറ്റ് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും പാസ്ത ചേർത്ത് കൊടുക്കുക. അങ്ങനെ പാത്രം ഫുള്ളാവുന്നവരെ ഇത് റിപ്പീറ്റ് ചെയ്യാം. ലാസ്റ്റ് ലെയറിൽ കുറച്ചധികം തന്നെ ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാല, കുറച്ച് ഉണക്കമുളക് ചതച്ചത് ഇതെല്ലാം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലായിട്ട് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പാസ്ത സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അവൻ പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം 20 മിനിറ്റ് മുതൽ 25 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഓരോ അവൻ്റെയും ടെമ്പറേച്ചറിനനുസരിച്ച് ബേക്കിംഗ് ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ചീസ് മെൽറ്റായി വരുന്നവരെ നമ്മൾ ബേക്ക് ചെയ്തെടുത്താൽ മതി. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വൈറ്റ് സോസ് ചിക്കൻ ചീസി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.